ഹായ്. അപ്പോൾ ഇന്നെന്തായാലും ബർത്ത്ഡേ ഞങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ പോണേന്നല്ലേ, ഞങ്ങൾ കാട്ടോളം പോകുന്നത് ഏട്ടനൊക്കെ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുമോ നോക്കാന്നില്ല. നിലുവിനെ വീട്ടിലിട്ട് ഇയാളെ കൂട്ടിട്ടാണ് പോകുന്നത്. ഭയങ്കര സെലക്ഷനുള്ള ആളാണ്. അതാണ് നമ്മൾ നിലുവിനെ ഒഴിവാക്കി കളഞ്ഞ് പിന്നെ നിലുവിനെ കൊണ്ടുപോയാൽ ഭയങ്കര സെലക്ഷൻ ഇതാകുമ്പം മിണ്ടാതെ നിന്നോളും. അപ്പം നമ്മൾ എന്താ വാങ്ങുന്നേ? ഓക്കെ ഓക്കെ പറ. അപ്പം ഉണ്ടല്ലോ ഏട്ടനൊക്കെ ഉള്ളതെല്ലാം വാങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ നിൽക്കുന്നത്. അമ്മ നല്ല ക്ഷീണം പിടിച്ചിട്ടോ, വെയിലൊക്കെ ആയതുകൊണ്ട്. അപ്പം ഞങ്ങൾ വേഗം വീട്ടിലോട്ട് തിരിക്കാന്ന് വെച്ചു. ഏട്ടനിക്ക് ഒരു കുഞ്ഞ് കേക്കും പിന്നെ ഒരു ഷർട്ടും വാങ്ങിയിട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് പോകാണ്. അമ്മ കണ്ടോ കുഴഞ്ഞായിരിക്കുന്നത്. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ. ഏട്ടാ ഗിഫ്റ്റ് വെഡിങ് കൂടെ ചേർത്തിട്ടാണ് ഇതിട്ടിട്ട് കേക്ക് മുറിച്ചാൽ മതി. പിന്നെ ഷർട്ട് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് മാറ്റാം. എന്നാ ധരിച്ചിട്ട് വരൂ. അറിയില്ല. അപ്പം ഉണ്ടല്ലോ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് കേട്ടോ, ഏട്ടൻ്റെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ വെഡിങ്ങിനോ എന്തെങ്കിലുമൊക്കെ എടുത്തുകൂടെ, എൻ്റെ പൈസ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു. അത് നടന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഞാൻ ആക്കിയത് ഫ്രെയിം വർക്ക് പിടിച്ചിട്ടും പിന്നെ ലിക്വിഡ് സെയിൽ ചെയ്തിട്ടൊക്കെയാണ് ആക്കിയത്, അല്ലാണ്ട് എനിക്ക് ആവേ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞു കേക്കും ഒരു ഷർട്ടും വാങ്ങി. ഞങ്ങൾ ഏട്ടന്റെ ബർത്ത്ഡേ 13-ാം തീയതി ആണെങ്കിൽ വെഡിങ് 15-ാം തീയതി ആണ് കേട്ടോ. അപ്പൊ അതിനാണ് രാവിലെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല, ഏട്ടൻ പണിക്ക് പോയതുകൊണ്ട്. ഇപ്പൊ വെഡിങ്ങിന് അമ്പലത്തിൽ പോകണമെന്നുണ്ട്. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഞങ്ങൾ ആഘോഷിച്ചു. പിന്നെ മാമന്റെ മോനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടനും ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയെല്ലാം ആക്കി കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഏട്ടനും സന്തോഷമായിട്ടുണ്ടാകും. അങ്ങനെ ഏട്ടന് ഷർട്ടെല്ലാം ഒരുപാട് ഇഷ്ടമായിട്ടോ. അമ്മൂൻ്റെ സെലക്ഷൻ ആണെങ്കിലും അത് അടിപൊളിയായിരുന്നു. ഏട്ടന് ഒത്തിരി ഇഷ്ടമായി എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇന്നത്തെ സന്തോഷ വിവരം ഇത്രയേ ഉള്ളൂ.